അർജുന്റെയും ഭാഗവതത്തിന്റെയും യുദ്ധം കണ്ടുകൊണ്ട് നിന്നിരുന്ന എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. കാരണം ആ വൈഷ്ണവാസ്ത്രം സാധാരണ അസ്ത്രമല്ല, ബ്രഹ്മാസ്ത്രത്തെക്കാട്ടിയും ശക്തമാണ്. സാക്ഷാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെ ഒരുമിച്ച് നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അത് ചീറിപ്പാഞ്ഞ് അർജുനെതിരെ വരികയാണ്. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? എഴുന്നേറ്റങ്ങ് ആ അസ്ത്രത്തെ നെഞ്ചിലേക്ക് സ്വീകരിക്കുക. കൈ ഉയർത്തി അർജുനന് മറഞ്ഞു നിന്നിട്ട് ആ അസ്ത്രത്തെ നെഞ്ചിലേക്ക് സ്വീകരിക്കുകയാണ്. ആ അസ്ത്രം ഭഗവാന്റെ ദേഹത്ത് കൊണ്ട ഉടൻ തന്നെ അതൊരു മാലയായിട്ട് മാറുകയാണ്. ഇത് കണ്ടിട്ട് അർജുൻ ഭയങ്കര വിഷമവും സ്നേഹമൊക്കെ തോന്നി. എന്നിട്ട് അർജുൻ ചിന്തിക്കുകയാണ്, കൃഷ്ണൻ എന്തിനാ ഇടപെട്ടത്? എന്നിട്ട് ഭാഗവതത്തിനെ നോക്കിക്കൊണ്ട്, എന്നിട്ട് ഭാഗവതത്തിനാണെങ്കിൽ വായും പൊളച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ വളർന്ന് നോക്കി, ഇതെന്തു പറ്റി? ഇതെങ്ങനെ മാലയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അർജുൻ കൃഷ്ണനോട് പറയാ, താമരക്കണ്ണ, അങ്ങൊരിക്കലും യുദ്ധത്തിൽ ഇടപെടത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ ജോലി ചെയ്താ പോരെ? അങ്ങയുടെ ജോലി രഥം ഓട്ടിക്കാറുന്നതല്ലേ, പിന്നെ എന്താ അങ്ങ് ഇടയ്ക്ക് വന്നത്? അപ്പോ ഭഗവാൻ രഥത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയാ, നീ ഉദ്ദേശിച്ച അസ്ത്രമല്ല ഭാഗവതത്തിന് അയച്ചിരിക്കുന്നത്, അത് നിന്നെ കൊന്നേനെ. കാരണം ഞാൻ യോഗനിദ്രയിലാണ്ടിരുന്നപ്പോ ഞാൻ ഭൂമിദേവിയെ വരാഹ അവതാരം എടുത്ത് ഉയർത്തിയ സമയത്ത് ഭൂമിദേവി പറഞ്ഞിരുന്നു, എന്റെ മകനായ നരകന് അങ്ങ് ഒരു വിശേഷപ്പെട്ട അസ്ത്രം നൽകണമെന്ന്, അവന്റെ സംരക്ഷണത്തിനായിട്ട്. ആ അസ്ത്രങ്ങളെ തടുക്കാൻ ആർക്കും കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്ത അസ്ത്രമാണ് അവ ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. ആ അസ്ത്രം നരകാസുരന്റെ വധത്തിന് ശേഷം ഭാഗവതത്തിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഈ അസ്ത്രത്തിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്മാർക്കോ രുദ്രനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ അസ്ത്രത്തെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനും അത് സ്വീകരിച്ചു. ഇനി നിനക്ക് ഭാഗവതത്തിനെ കൊല്ലാൻ കഴിയുന്നു.